അടുത്തതായിട്ട് കുറച്ച് ശത്രുക്കൾ കൂടുന്നു അല്ലേ? ഭയങ്കര കൺസേൺ ആണ് അത്. നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ കൂടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു സമയത്ത് ഭയങ്കര സൗഹൃദത്തിലൊക്കെ നിന്ന ആൾക്കാർ നിങ്ങൾക്കെതിരാകുന്നു. പറയുന്ന 3 പോയിന്റുകൾ നിങ്ങൾക്ക് ഉപകരിക്കും. ഏറ്റവും ആദ്യത്തേത്, നിങ്ങൾ എന്തിനാണ് ഇതിൽ കൺസേൺ ചെയ്യുന്നത്? ഈ ശത്രുക്കളില്ല അല്ലെങ്കിൽ എതിരഭിപ്രായം പറയുന്നവരില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഒന്നുകിൽ നിങ്ങൾക്കൊരു കഴിവില്ല, അതല്ല എങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ട് ശത്രുത ഉണ്ടാവുന്നേ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സൂപ്പർ താരങ്ങൾ, ഏറെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ഒക്കെ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട കോടതികൾക്ക് വരെ ശത്രുക്കളുള്ള കാലമാണ് അല്ലേ? എന്തെല്ലാമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മുഖമില്ലാത്ത ഒരുപാട് പേര് 4 ചുവരുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം പറയും. അന്ന് ശത്രുത കൊണ്ടാവില്ല, മനോവൈകല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവരുടെ അവകാശം കൊണ്ടുമാണ്. ഞാൻ സോഷ്യൽ മീഡിയ മാത്രമല്ല ഉദ്ദേശിച്ചത്, അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മളോട് ശത്രുതയുള്ളവരൊക്കെ കാണും. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ കാണും. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളത്